കുട്ടികൾ ഭാവിയുടെ വാഗ്ദാനങ്ങളാണ്. അവരുടെ ആകർഷമാകുന്ന വാസനകൾ ചിലരിൽ ജന്മസിദ്ധമാകാം. കണ്ടുവരുന്ന ചുറ്റുപാടുകളും മാതാപിതാക്കളുടെയും അല്ലെങ്കിൽ അവരുമായി ഏറ്റവും താതാത്മ്യമായി ഇഴചേർന്നവരും കുട്ടികളെ സ്വാധീനിക്കുക സ്വാഭാവികമാണ്. ഇപ്പോൾ നമ്മൾ ബയോളജി സെക്ഷനിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ കൺമണിയാണ് എന്നോടൊപ്പമുള്ള കൺമണിയാണ് ഇന്ന് ട്രെയിനിങ് കൊടുക്കുന്നത്. കൺമണി, ഇപ്പോൾ ഈ കുട്ടികൾക്ക് ബേസിക് ആയിട്ടുള്ള എങ്ങനെയാണ് ഇവർക്ക് ഈ ബാലപാഠം തൊട്ടാണ് എങ്ങനെയാണ് നിങ്ങൾ കൊടുക്കുന്നത്? ബേസിക് ആയിട്ടുള്ള ലെസൺസ് തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബേസിക് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? ആദ്യം സപ്തസ്വരങ്ങളിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് മുന്നേ ആയിട്ട് ആദ്യം വയലിൻ ആയതുകൊണ്ട്, ഇൻസ്ട്രുമെന്റ് ആയതുകൊണ്ട് നമ്മൾ പോയിട്ട് പ്രാക്ടീസ് ചെയ്ത് പോസ്റ്റർ എല്ലാം റെഡിയാക്കി അതിന് ശേഷമാണ് സപ്തസ്വരങ്ങളിലോട്ട് പോകുന്നത്. അതായത് ഇപ്പം ഈ വയലിൻ എന്ന് വെച്ചാൽ പഠിക്കാൻ ഒരു വലിയ ബുദ്ധിമുട്ടുള്ള ഒരു സാധനമാണ്. അപ്പൊ അതിന് ഈ കൈവഴക്കവും ഒരു പ്രധാന ഘടകമാണ്, വേണമല്ലോ. അപ്പൊ ഈ കൊച്ചു കുട്ടികൾ ഇതിനകത്ത് ടാലന്റഡ് ആയിട്ടുള്ളവരാണ് ഇവിടെ വന്നിട്ടുള്ളത്. എല്ലാവരും ഒരുവിധം അതെ ആണ്. ഇൻസ്ട്രുമെന്റില് നമ്മള് പ്രാക്ടീസ് കൊണ്ടാണ് നമുക്ക് സത്യം പറഞ്ഞ ഒരു ഇംപ്രൂവ്മെന്റ് ഉണ്ടാവുന്നത്. ഇപ്പം ചെറിയ പ്രായത്തില് കൊണ്ടുവരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കൈ അത്രയും ഫ്ലെക്സിബിൾ ആയിരിക്കും. ഇൻസ്ട്രുമെന്റ്സ് പഠിക്കാൻ അത്രയും നല്ലതായിരിക്കും. ഫ്ലെക്സിബിലിറ്റി നമുക്കൊരു പ്രധാന ഘടകമാണ് അല്ലേ? അപ്പൊ ഇവർക്ക് ഈ ഇപ്പൊ നമ്മൾ ഈ ഏകദേശം ഈ അവധിക്കാലത്ത് മാത്രമല്ല ഉള്ളൂ ട്രെയിനിങ്. ഇതിനെ തുടർന്ന് ഇവർക്ക് മുമ്പോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ വീണ്ടും പരിശീലനം കിട്ടിയെങ്കിൽ മാത്രമല്ല അവർക്കത് ഇതായിട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇവരിവിടെ കൊണ്ട് നിർത്തുന്നവരാണോ? അതെങ്ങനെയായിരിക്കും ഇവരെ നിങ്ങൾ മനസ്സിലാക്കിയെടുത്തോളൂ? എല്ലാവർക്കും കഴിവുണ്ട്. പിന്നെ വീട്ടില് അവരെ രീതി എങ്ങനെ എടുക്കുന്നുണ്ടോ അതേപോലെ. മോടെ പേരെന്തുവാ? മോള് എങ്ങനെയുണ്ട്? പഠിച്ചിട്ട് എങ്ങനെയുണ്ട്? നന്നായിട്ട് തോന്നുന്നുണ്ടോ? ഇവിടുന്ന് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യും? കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ വയലിൻ മേടിക്കുമ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. വീട്ടിൽ കലാകാരായിട്ടുള്ള ആൾക്കാരാണോ അതോ അച്ഛനും അമ്മയും പ്രോത്സാഹിപ്പിക്കുകയാണോ? എങ്ങനെയാണ്? മോടെ കഴിവ് കണ്ടിട്ടാണോ മോക്ക് ഇതിന് വേണ്ടിയിട്ട് പ്രോത്സാഹനം തരുന്നത്? എങ്ങനെയാണ്? കഴിവ് കണ്ടിട്ടാണ്. മോക്ക് എത്ര വയസ്സ് മുതലാണ് ഇതിനോടുള്ള താല്പര്യം വന്നത്? എനിക്ക് 7 വയസ്സ്. ഇതിങ്ങനെ താല്പര്യം വരാൻ കാര്യം എന്താണ്? ഞാൻ ടിവിയിൽ കാണുമ്പോൾ കുറെ ആൾക്കാരുടെ വയലിൻ വായിക്കുന്നു. ശരി. അപ്പോൾ ഭാവിയിൽ ഒരു ഈ വയലിനിൽ തന്നെ വലിയ കലാകാരിയായിട്ട് മാറാൻ ആഗ്രഹമുണ്ട് അല്ലേ? ഇപ്പം എത്ര പഠിക്കുന്നത്? എവിടെ പഠിക്കുന്നത്? സെന്റ് മേരീസ് സ്കൂൾ അല്ലേ? അപ്പം മോക്ക് എല്ലാവിധ ആശംസകളും കേട്ടോ. വളരുമ്പോൾ ചിന്താശക്തിയുടെയും ഉത്ബോധനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആകെ കൂടി മാറ്റപ്പെടാം. അതിന് കുട്ടി വ്യാപരിക്കുന്ന മേഖലകളിലെ ചിന്താധാരകൾ നേർവഴിക്കുള്ളതും വിജ്ഞാനപ്രദവുമായിരിക്കണം. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന അന്തലക്ഷ്മിയും ഈ കൂട്ടത്തിൽ പഠിക്കുന്നുണ്ട്. നോക്കിയത് എങ്ങനെയാണ് ശരിക്കും എങ്ങനെ പ്രയോജനപ്പെടുന്നത്? ഇവർ ഈ ട്രെയിനിങ് കൊണ്ട് എങ്ങനെ പ്രയോജനപ്പെടുന്നത്? നന്നായിട്ട് വായിക്കാൻ പറ്റും. നേരത്തെ വായിക്കുമായിരുന്നു. ഇവിടെ ആദ്യമായിട്ടാണോ വരുന്നത്? ഇത് ആദ്യമായിട്ടാണോ തുടങ്ങുന്നത്? അപ്പോൾ ഈ തുടങ്ങിയിട്ട് നമുക്ക് ഇപ്പം വായിക്കാൻ പറ്റുന്നുണ്ടല്ലേ? അത് നല്ല ഒരു പരിചയം, ഒരു എക്സ്പീരിയൻസ് ഇവിടുന്ന് കിട്ടുന്നതുകൊണ്ടാണ്. അപ്പോൾ അതൊരു നല്ല കാര്യമാണ്. അപ്പോൾ ഇതിനെ തുടർന്ന് എങ്ങോട്ട് പോകാനാ നമുക്ക്? ഇനി പഠിച്ചു പോകണം താല്പര്യമുണ്ടോ? പഠിച്ച് മുമ്പോട്ട് പോകണമെന്നാണ്. ഓരോ കുട്ടിയുടെയും സർഗശേഷി അവൻ്റെ അല്ലെങ്കിൽ അവളുടെ വളരുന്ന സാഹചര്യങ്ങളെ അടിസ്ഥാനമാക്കിയായിരിക്കാം. ഇവിടമാണ് മാതാപിതാക്കൾക്കും ബന്ധപ്പെട്ടവർക്കും അധ്യാപകർക്കും ഒക്കെ പ്രഥമ സ്ഥാനം വഹിക്കാനുള്ളത്. ഇപ്പോൾ ജയലക്ഷ്മിയാണ് കീബോർഡ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. മോള് 7ാം ക്ലാസ്സിലാണ്. ഇപ്പോൾ 7ലോട്ട് ഇല്ലേ? എവിടെ പഠിച്ചത്? മൗണ്ട് കാർമൽ. അപ്പോൾ ഈ കീബോർഡുമായിട്ട് നേരത്തെ വല്ല ബന്ധമുണ്ടായിരുന്നു? ഇല്ല. അപ്പോൾ ഇവിടെ ഈ കീബോർഡ് സെലക്ട് അതോ കീബോർഡ് മാത്രമാണോ വേറെ എന്തെങ്കിലും കോഴ്സ് പോകുന്നത്? ഡ്രോയിങ് ഉണ്ട്. അപ്പോൾ ഈ കീബോർഡ് പഠിച്ചു വന്നപ്പോൾ എങ്ങനെയുണ്ട്? ഭയങ്കര ഇഷ്ടമാണ് ഈ കീബോർഡ് വായിക്കുന്നതിനോട്. ഈ കീബോർഡിൽ നമ്മൾ ബേസിക് ആയിട്ട് എങ്ങനെ ഈ നൊട്ടേഷൻസ് ഒക്കെ എങ്ങനെ പഠിക്കുന്നത്? പിന്നെ ലൈനും സ്പേസും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ 4 ബീറ്റ് 2 ബീറ്റ് ആൻഡ് 1 ബീറ്റ് ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കി പഠിച്ചതിനാണ് മുമ്പോട്ട് വന്ന്. അതുകൊണ്ട് നമുക്ക് ഇന്ന് കീബോർഡ് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്കൊരു പാട്ട് പാടാൻ പറ്റത്തില്ലല്ലോ. ഇതിനകത്ത് പാട്ട് വായിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് നമ്മൾ കുറച്ചുകൂടെ മുമ്പോട്ട് പോകേണ്ടതായിട്ടുണ്ട് അല്ലേ? എന്നുവെച്ചാൽ കുറച്ചുകൂടെ നമ്മൾ ട്രെയിനിങ് നമുക്ക് കിട്ടണം. പക്ഷെ അത് നോക്കി ഭാവിയില്ല
ഇത് എങ്ങനെയാണ് ഈ കീബോർഡുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമാണോ? എങ്ങനെ അതിനകത്തുള്ള ഒരു ലക്ഷ്യം എന്താണ് ശരിക്കും? ഒരു പാട്ട് പാടണം എന്നാണോ, അതോ നല്ലൊരു കീബോർഡ് ആർട്ടിസ്റ്റ് ആവണമെന്നാണോ? എനിക്ക് കീബോർഡ് ആർട്ടിസ്റ്റ് ആവാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ പഠനത്തിലുപരി എന്നല്ല, അതിനോടൊപ്പം തന്നെ ഈ കലയും കൂടെ കൊണ്ടുപോകാനുള്ള താല്പര്യം, ഇതോടൊപ്പം തന്നെ വേറെ കലയോട് താല്പര്യമുണ്ടോ? ഞങ്ങൾ ഡാൻസേഴ്സ്, രണ്ടുപേരും ഡാൻസേഴ്സ്, ക്ലാസിക്കൽ ഡാൻസേഴ്സ്. ശരി. ഓക്കെ, ഡാൻസിനോടും താല്പര്യമുണ്ട് ഇല്ലേ? അപ്പം എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് വരട്ടെ. സന്തോഷം. കാലഘട്ടങ്ങൾ പിന്നിടുമ്പോൾ എല്ലാ മേഖലകളിലും കാലാനുസൃതമായ മാറ്റങ്ങൾ ഉണ്ടാകുക സ്വാഭാവികമാണ്. ഇതില്ലാതെ മുന്നേറുക എന്നത് അസാധ്യമാണ്. ഈ കുട്ടികളെ കാണുക. ഇവർ പല മേഖലകളിലുള്ള ഭാവിയുടെ വാഗ്ദാനങ്ങളാണ്. ആ ഒരു സ്ഥാപനത്തിലെത്താൻ കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകൾക്ക് പുറമേ ചില സ്ഥാപനങ്ങൾ കുട്ടികളുടെ വാസനകളെ പ്രോത്സാഹിപ്പിക്കാൻ മുൻകൈയെടുക്കുന്നത് നിസ്വാർത്ഥ സേവനത്തിൻ്റെ ഭാഗമാണ്. ഇവിടെ ഇപ്പോൾ കൊച്ചു കുട്ടികളുടെ നൃത്ത പരിശീലനമാണ് നടക്കുന്നത്. ഇപ്പോൾ കലാമണ്ഡലം സജിനയാണ് ഇപ്പോൾ നമുക്ക് ഇവർക്ക് പരിശീലനം കൊടുക്കുന്നത്. ഈ കൊച്ചുകുട്ടികൾ നേരത്തെ ഇപ്പോഴത്തെ കുട്ടികളെല്ലാം അതായത് ഏകദേശം ഓർമ്മ വെക്കുന്ന കാലം മുതൽ തന്നെ അവർ ഈ ചലനം, അതായത് പാട്ടിൻ്റെ ഇതനുസരിച്ച് തന്നെ അവർ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഡാൻസുകൾ ചെയ്യാറുണ്ട്. ഇതിപ്പോൾ നമ്മൾ ശാസ്ത്രീയമായിട്ടുള്ളൊരു പഠനമാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ബേസിക്കായിട്ട് എങ്ങനെയാണ് ഇതിനെ പഠിക്കുന്നത്? ഇപ്പം നമ്മൾ ഭരതനാട്യമാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ ബേസിക് ആയിട്ടുള്ള സ്റ്റെപ്സുകൾ നമ്മൾ അവർക്ക് പ്രാക്ടീസ് കൊടുക്കുകയാണ്. അത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഡാൻസിലേക്ക് പിന്നെ മുന്നോട്ട് പോകുമ്പം അവർക്കതൊരു ഗുണമാണ്. ഭരതനാട്യം ആ സ്റ്റെപ്പുകൾ, ആ അടവുകൾ കറക്റ്റായിട്ടും അടിസ്ഥാനപരമായിട്ടും ചിട്ടയിലും ചെയ്താൽ അവർക്കത് ഒരു അടിത്തറയാണത്, അടവുകൾ. അതാണ് നമ്മളിവിടെ ഫസ്റ്റ് അത് കൊടുത്തതിന് ശേഷം ലാസ്റ്റ് ഒരു ചെറിയൊരു സോങ്ങിന് അവർക്ക് പറ്റുന്ന ഒരു ചെറിയൊരു സോങ് നമ്മൾ ചിട്ട ചെയ്ത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കും. ഫുൾ സോങ് ഇല്ല, ഒരു ചെറിയ അവരെ കൊണ്ട് പറ്റുന്ന ഒരു ചെറുത്. പക്ഷേ ഇന്നത്തെ നമ്മൾ ആ ട്രെൻഡ്, അതായത് ഒരു പുതിയ തലമുറയാണ്, അവരിപ്പോൾ ഒരു പാട്ട് കേട്ടാൽ അതിനനുസരിച്ച് തന്നെ അവർ നൃത്തച്ചുവടുകൾ വെക്കാൻ ചെയ്യും. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ശാസ്ത്രീയമായിട്ടുള്ള ഇതുണ്ട്. അത് അവരുടെ മനസ്സിന്റെ താളവും അവരുടെ മനസ്സിന്റെ ഉള്ളിലെ കലാബോധം അനുസരിച്ച് അവർ ചെയ്യുന്നതാണ്. അപ്പം അതിന് നമ്മൾ കുറച്ചും കൂടെ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവര് വരും. അപ്പോൾ അതൊരു നല്ല കാര്യമാണ്. അപ്പം ഈ കുട്ടികൾ തുടർന്ന് ഇനി മുമ്പോട്ട് പോകുന്നത് അവരുടെ നമ്മൾ വീട്ടുകാരുടെ പ്രോത്സാഹനവും അവരുടെ ഇഷ്ടവും ഒക്കെ കൊണ്ട് അവർക്ക് മുന്നോട്ട് പോകണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും മുന്നോട്ട് വന്നിട്ടുള്ള കുട്ടികൾ പൊതുവെ അവർ ഇൻട്രസ്റ്റ് ആണ്, നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അവർക്ക് കൂടുതലും ശാസ്ത്രീയമായിട്ട് പഠിക്കേണ്ട കുട്ടികളാണ് ഇവിടെ ചെയ്യുന്നത്. ചിലർ വന്ന് ചോദിക്കും സിനിമാറ്റിക് ഡാൻസ് ആണോ, അല്ലെങ്കിൽ നമ്മളിവിടെ ശാസ്ത്രീയമായിട്ടുള്ള ഡാൻസ് ആണ് ചെയ്യാം. ഇതിന് അടിസ്ഥാനം കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ചെയ്യാം. കൊല്ലം പബ്ലിക് ലൈബ്രറി അതിനൊരു ദൃഷ്ടാന്തമാണ്. ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കായി പ്രത്യേക ലൈബ്രറിയും കലകളെ പ്രോത്സാഹിപ്പിക്കാനായി പല പരിശീലനങ്ങളും നൽകി വരുന്നു. ഇപ്പോൾ നമ്മൾ അടുത്ത സെക്ഷൻ എന്ന് വെച്ചാൽ കുട്ടികളുടെ സംഗീത പരിശീലനമാണ് നമ്മളിവിടെ കണ്ടത്. ഡോക്ടർ റാണിയാണ് ഇവർക്ക് പരിശീലനം നൽകുന്നത്. എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ ഈ തലമുറ ഈ പാട്ടുകളോട് എങ്ങനെയാണ് ഒരു രീതി പുലർത്തുന്നത്, എങ്ങനെയാണ് ട്രെയിനിങ് കൊടുക്കുന്നത് ഇവർക്ക് ബേസിക്കായിട്ട് ട്രെയിനിങ് കൊടുക്കുമെന്ന് പറയുമ്പോൾ ക്ലാസിക്കലായിട്ട് തന്നെ അത് തുടങ്ങുന്നതാണ് അതിൻ്റെ രീതി. പക്ഷേ പൊതുവേ ഇപ്പം നോക്കുമ്പം കുട്ടികൾക്ക് ക്ലാസിക്കലിനോട് കുഞ്ഞുങ്ങളുടെ കാര്യം ഞാൻ പറയുന്നത് അത്ര കുറച്ച്. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ച് നേരം സ്വരം പറഞ്ഞു കൊടുക്കും, പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് കൊച്ചു പാട്ടുകൾ, അപ്പോൾ അവർക്കൊരു ഇൻട്രസ്റ്റ് ആവും. അല്ലാതെ സ്വരമേ ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുമ്പം കൊച്ചുങ്ങൾക്ക് ഒരു 12-13 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് അവരതിലോട്ട് വരും. അവർ ക്ലാസിക്കൽ ഭയങ്കര ഇഷ്ടമാണ്. തുടങ്ങി കൊടുക്കുന്ന സപ്തസ്വരം തന്നെയാണ്, സരിഗമ സപ്തസ്വരം തന്നെയാണ് തുടങ്ങി കൊടുക്കുന്നത് അവർക്ക്. അത് നന്നായിട്ട്, അത് ഇപ്പോഴത്തെ കുട്ടികൾ നല്ല ടാലൻ്റുള്ള കുട്ടികളുണ്ട്. ഇപ്പം
നമ്മുടെ പക്ഷേ കാര്യം നമ്മുടെ ഇന്ന് ശരിക്കും ഇന്ന് ഈ ഗാനശാഖ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ശരിക്കും നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഈ സിനിമാ ഗാനങ്ങളൊക്കെ ആണല്ലോ. അതിൻ്റെയൊക്കെ ഒരു കാലഘട്ടം പോയി ഇന്ന് നല്ലൊരു പാട്ട് കേൾക്കണമെങ്കിൽ നമുക്ക് പുതിയ സിനിമകളൊന്നും ഇല്ല. അപ്പോൾ ഈ ഒരു യുഗത്തിലാണ് ഈ കുട്ടികൾ ഇങ്ങനെ അഭ്യസിച്ച് വരുന്നത്. അപ്പോൾ അവരുടെ ആ ഒരു മനോഭാവത്തിലൂടെ ഒരു മാറ്റങ്ങളൊക്കെ വന്നൂടെ? അവർ നമ്മൾ ഈ ശാസ്ത്രീയമായിട്ട് പഠിക്കുന്നവർ തീർച്ചയായിട്ടും പഴയ ഗാനങ്ങളോട് തന്നെ പ്രതിപത്തി പുലർത്തുമെന്നുള്ള ഇതുണ്ടോ? പ്രതിപത്തി പുലർത്തുമെന്ന് വെച്ചാൽ എൻ്റെ അനുഭവത്തി നോക്കുമ്പം ഇപ്പം എല്ലാം ന്യൂജനെന്നല്ലേ പറഞ്ഞത്, ന്യൂ ജനറേഷൻ. അപ്പം പക്ഷേ നമ്മൾ റിയാലിറ്റി ഷോ ഒക്കെ കാണുമ്പോൾ അതിനകത്ത് എല്ലാ കുട്ടികളും നല്ല പഴയ പാട്ടുകളാണ് അവർ പാടുന്നത്. അവരറിഞ്ഞ് അവരുടെ അമ്മമാർ പോലും ജനിക്കാത്തപ്പോൾ ഉള്ള പാട്ടുകളാണ് അവർ മനസ്സറിഞ്ഞ് അവർ പാടുന്നത്. പക്ഷെ നമ്മുടെ ആ അനുഭവത്തിൽ നോക്കുമ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾ ഇപ്പോഴത്തെ പാട്ടുകളിനോടും അവർ ഇഷ്ടം കാണിക്കുന്നുണ്ട്. പിന്നെ ചില പാട്ടുകൾ നമ്മൾ ഞാനെന്നൊരു അധ്യാപിക എന്ന് പറയുന്നത് പണ്ടത്തെ സിനിമാ പാട്ടുകളൊക്കെ ഈ കൊച്ചുങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്കിട്ട് പറഞ്ഞു കൊടുക്കും. അപ്പം നല്ല ഇൻട്രസ്റ്റോടെ അവർ പാടുന്നുണ്ട്. അവർക്ക് ഇഷ്ടമാണ്, എളുപ്പം അതാണ്, അതിന് നല്ല ഭാവമുണ്ട്. പണ്ടത്തെ പാട്ടുകളുടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ പണ്ടത്തെ പാട്ട് ക്ലാസിക്കൽ കൂടി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ക്ലാസിക്കലിന്റെ മയമുണ്ട്, നല്ല ജീവനുണ്ട്, ആത്മാവ് എല്ലാം ഉണ്ട്. പക്ഷെ ഇപ്പോഴത്തെ പാട്ട് എത്ര നമ്മൾ കേട്ടാലും നമ്മുടെ മനസ്സിലത് പൊതുവെ അറിയാമല്ലോ എല്ലാവർക്കും. പക്ഷേ പണ്ടത്തെ പാട്ടുകളാണ് നമുക്ക് ഈ പാട്ടിനോടൊപ്പം അതും കൂടെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നത് നമുക്ക് നല്ലതാണ്. ചില സംഗതിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അവരത് കണക്ക് സ്വീകരിക്കുകയും ചെയ്യും, അവർ നന്നായിട്ട് പാടുകയും ചെയ്യും. പക്ഷേ എല്ലാം ഉൾക്കൊണ്ട് പോകണമെന്നുള്ളതാണ് പുതുമയും വേണം, പഴമയും വേണം. പുതുമയ്ക്കകത്ത് ഒന്നും ഇല്ല, അതാണ് സത്യം. പഴമയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ പുതുമയാണ് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അത് ശരി. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെയാണ് നമ്മളിപ്പോൾ ഈ ശാസ്ത്രീയമായിട്ട് അഭ്യസിച്ച് കൊണ്ടുവരുന്നത്. നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും കുട്ടികൾക്ക്, അത് കുട്ടികൾക്ക് മനസ്സിലാവുകയും ചെയ്യും. താങ്ക് യു വെരി മച്ച്. സംഗീതം അഭ്യസിക്കാൻ വന്ന നക്ഷത്രയാണ്. ഇനിയിപ്പം 5ാം ക്ലാസ്സിലോട്ടാണ് പോകുന്നത്. മോക്ക് എങ്ങനെയുണ്ട് ഇവിടെ ഈ പരിശീലനം നടത്തുന്നത്? നല്ല പ്രയോജനം ചെയ്യുന്നുണ്ട്. അപ്പം ടീച്ചറ് നന്നായിട്ട് പറഞ്ഞു തരികയൊക്കെ ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ശാസ്ത്രീയമായിട്ട് പഠിക്കുന്നതുകൊണ്ട് വലിയ ഗുണമുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ പാട്ട് മോക്കൊന്ന് പാടാൻ പറഞ്ഞാൽ, പുതിയ സിനിമയിലൊരു പാട്ട് പാടാൻ പറഞ്ഞാൽ നമുക്ക് പറ്റുമോ? പുതിയ പാട്ടുകൾ അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അല്ലേ? അത് പാടാൻ പറ്റുമോ? എന്നാലും പുതിയ പാട്ടാണോ പഴയ പാട്ടാണോ നമുക്ക് ഏറ്റവും ആഗ്രഹമായിട്ടുള്ളത്? രണ്ടും താല്പര്യമാണ് അല്ലേ? ക്ലാസിക്കൽ സംഗീതത്തോടാണോ താല്പര്യം, അതോ അല്ലാതെ വെസ്റ്റേൺ സ്റ്റൈലിലുള്ളതാണോ? ഏത് ടൈപ്പാണ് നമുക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ളത്? രണ്ടും ഇഷ്ടമാണ് ഇല്ലേ? അപ്പം ഇനിയിപ്പം മോള് ഈ നല്ലൊരു പാട്ടുകാരിയെ തീരണമെന്നാണോ? എന്താണ് മോളുടെ ആഗ്രഹം? എന്താണ്? പാട്ട് പഠിച്ച് തന്നെ നല്ലൊരു ഗായികയായി തീരണമെന്നാണ് ആഗ്രഹം. അപ്പം നമ്മൾ ഈ വെക്കേഷൻ സമയത്ത് ഇവിടെ ആദ്യമായിട്ടാണോ പാട്ട് പഠിക്കാൻ വരുന്നത്? കഴിഞ്ഞ വർഷമൊക്കെ ഉണ്ടായിരുന്നു, എല്ലാ വർഷവും ഇവിടെ നടത്തുന്നുണ്ടല്ലോ. ഇവിടെ ആദ്യമായിട്ടാണ്. അപ്പം നേരത്തെ പാട്ട് പാടുമായിരുന്നു. നമുക്കിപ്പോൾ ഒരു ചെറിയ ഒരു പാട്ടിൻ്റെ 2-3 വരികളൊന്ന് പാടാൻ പറ്റും? ഒന്ന് പാടാൻ പറ്റുമോ? അങ്ങുവാനക്കോണില് മിന്നി നിന്നൊരമ്പിളി, അമ്പിളിക്കലയ്ക്കുള്ളില് ചോര കൺമുയൽ, ഇങ്ങു നീലത്തുരുത്തില് നീർപ്പരപ്പിൽ നിഴലിടും അമ്പിളിക്കലയ്ക്കുള്ളില് ആമക്കുഞ്ഞനോ ആമക്കുറുമ്പനെന്ന് നെഞ്ചത്ത് വെറ്റില ചെല്ലവുമായി താനെ വലിഞ്ഞു കേറി തുരുത്തിൽ എങ്ങോ പതുങ്ങിയല്ലോ. താരക്കൊളുത്തുള്ളോരാ ചിലക്കും വെറ്റില ചെല്ലത്തിലോ, ഭൂമിയപ്പാടെ മൂടും അത്രയും വെറ്റിലയിട്ടു വയ്ക്കാം കുഞ്ഞിളം വാവേ. കഥ കേട്ട് മെല്ലെ മിഴിപൂട്ട് മാറിൽ ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് പൊന്നെ, തളരാതെ ഓമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളര് വളര്. വളരെ നന്നായിരിക്കുന്നു മോൾ, നല്ല പിടിക്കുകയാണ് മോൾ, നന്നായിട്ട് പാടും. നമുക്ക് ഈ മുമ്പോട്ട് പോകാൻ പറ്റുമെന്നുള്ളതാണ് എൻ്റെയും കൂടെ പ്രതീക്ഷ. വളരെയേറെ സന്തോഷം കേട്ടോ. താങ്ക് യു. ഇപ്പോൾ വേനൽ മഴ 2025 എന്ന പേരിൽ
മെയ് 7 കുട്ടികൾക്ക് സംഗീതത്തിലും സംഗീത ഉപകരണങ്ങളിലും ചിത്രരചനയിലും ഡാൻസിലും കമ്പ്യൂട്ടർ കോഡിങ്ങിലും അവധിക്കാല പരിശീലനം നൽകി വരുന്നു. അത് മെയ് 30 പര്യവസാനിക്കും. ഇപ്പം ഞങ്ങൾ ഈ കുട്ടികളെ അതായത് ചിത്രരചനയിൽ നല്ല പരിശീലനമാണ് കുട്ടികൾക്ക് കൊടുക്കുന്നതെന്ന് ഞങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. ആ കുട്ടികളിൽ നിന്ന് തന്നെ അവരുടെ അഭിപ്രായങ്ങൾ ആ രീതിയിലാണ് വന്നിരിക്കുന്നത്. അപ്പം ഇപ്പോൾ ഈ വേനൽക്കാല അവധിയിലാണല്ലോ ഇങ്ങനൊരു സംരംഭം അവരൊക്കെ തുടങ്ങിയിരിക്കുന്നത്. ഈ ചിത്രകലയിൽ എങ്ങനെയാണ് ഈ കുട്ടികൾക്ക് പരിശീലനം? ഇത് കൊല്ലം പബ്ലിക് ലൈബ്രറിയുടെ വേനൽ മഴ എന്ന് പറയുന്ന 2 മാസത്തെ അവധിക്കാല പഠന ക്ലാസ്സുകളാണ് നടക്കുന്നത്. ഓക്കെ. ഈ ക്ലാസ് എന്ന് പറയുന്നത് കുട്ടികളെ പിന്നെ എൻജോയ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് കൂടി ഒരു അവസരമാണ്. ഈ വളരെ സീരിയസ് ആയി ചിത്രരചനകൾ നടത്തുക എന്നതിനേക്കാൾ ഉപരി ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുക, അതിൻ്റെ അടിസ്ഥാനം അവർക്ക് മനസ്സിലാക്കി പരിശീലനം നൽകുക. അത് ഈ 2 മാസം കൊണ്ട് അതേ നടക്കുകയുള്ളൂ. കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം ഇതിൻ്റെ സാങ്കേതിക വശങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം തുടർന്ന് ഇത് ഇവർക്ക് പരിശീലിച്ച് മുന്നോട്ട് പോകാം. ആ രീതിയിലാണ് ഈ 2 മാസത്തെ അവധിക്കാല കോഴ്സ് നമ്മൾ നടത്തപ്പെടുന്നത്. അതായത് ചിത്രത്തിൽ വാസന, അതായത് രചനയിൽ വാസനയുള്ള കുട്ടികളാണല്ലോ വന്നിരിക്കുന്നത്. അതെ. അപ്പോൾ അവർക്ക് ഈ 2 മാസം കൊണ്ട് നമുക്കൊരു ബാലപാഠം എന്ന് വേണമെങ്കിൽ ABC എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ ഈ ഒരു പരിശീലനം മാത്രമായിട്ട് പോലും അതിമനോഹരമായ ചിത്രങ്ങളുടെ പെയിൻറ്റിങ്സുകളാണ് കുട്ടികൾ ചെയ്തിരിക്കുന്നത്. സംഗീതത്തിൽ സപ്തസ്വരങ്ങളിൽ നിന്നും സംഗീത ഉപകരണങ്ങളായ വയലിലും ഗിറ്റാറിലും കീബോർഡിലും അതിൻ്റെ കോഡുകളുടെ തുടക്കത്തിലുള്ള ഭാഷ്യങ്ങളിലൂടെയും ചിത്രരചനയിൽ പെൻസിൽ ഡ്രോയിങ്ങിലും അതിനെ കളർ ചാലിച്ച് ആകർഷമാക്കുകയും കമ്പ്യൂട്ടറിൽ കോഡിങ്ങിലും പരിശീലനവും നൽകി വരുന്നു. രേവതിയാണ് നമ്മളോടൊപ്പമുള്ളത്. രേവതിയാണ് ഇവർക്ക് പരിശീലനം കൊടുക്കുന്നത്. അപ്പോൾ ഇവർക്ക് ഈ എന്താണ് ശരിക്കും ഈ പരിശീലനം ഇപ്പോൾ ഈ കൊടുക്കുന്നത്? സ്ക്രാച്ച് എന്ന് പറയുന്നത് ഈ കുട്ടികൾ കളിക്കുന്ന ഗെയിം സ്റ്റോറീസ് ഒക്കെ ഉണ്ടല്ലോ, അത് അവർ തന്നെ ഡെവലപ്പ് ചെയ്യുന്നതാണ് സ്ക്രാച്ച് പ്രോഗ്രാമിംഗ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സ്ക്രാച്ച് എന്ന് പറയുന്നത് വിഷ്വൽ പ്രോഗ്രാമിംഗ്, അതായത് അവർ കണ്ട് തന്നെ അവർക്ക് മിസ്റ്റേക്സ് മനസ്സിലാക്കി ആ പ്രോബ്ലംസ് അവർക്ക് സോൾവ് ചെയ്യും. അപ്പം ഇത് പഠിക്കുന്നതിലൂടെ കുട്ടികളുടെ ലോജിക്കൽ സ്കില്ല് കൂടും, അതുപോലെ പ്രോബ്ലം സോൾവിങ് സ്കില്ല് കൂടും. ഇത് ഭാവിയിൽ ഇവർക്ക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഒക്കെ പഠിക്കാൻ എളുപ്പമാണ്. ഇവർ തന്നെ ചിന്തിച്ച് ചെയ്യുന്നതുകൊണ്ട് അതാണ് വിഷ്വൽസ് ആയതുകൊണ്ട് ഇവർ കണ്ട് മിസ്റ്റേക്സ് മനസ്സിലാക്കി അത് സോൾവ് ചെയ്തു. വൈദഗ്ധ്യവും വൈവിധ്യവും വൈചിത്രവുമായ പഠന രീതിയാണ് അവലംബം. കുട്ടികളെല്ലാം ആകാംക്ഷഭരിതരും അത്യുത്സാഹിതരുമാണ്. കുട്ടികളുടെ ജിജ്ഞാസ കാണുമ്പോൾ ഈ വേനൽ ക്ലാസ് തുടർന്നും കൊണ്ടുപോകണമെന്ന താല്പര്യമാണ് ലൈബ്രറി ഭാരവാഹികൾക്കുള്ളത്. നമ്മുടെ ഈ വെക്കേഷൻ ക്ലാസ്സിൻ്റെ കോർഡിനേറ്റർ സ്മിനു ആണ് നമ്മളോടൊപ്പം ഉള്ളത്. ഈ കൊല്ലം പബ്ലിക് ലൈബ്രറിയെ സംബന്ധിച്ചിടത്തോളം അത് പ്രവർത്തനക്ഷമമായിരിക്കുന്ന കാലഘട്ടങ്ങളിൽ മൊത്തം ഇതേപോലുള്ള അവധിക്കാല ക്ലാസ്സുകൾ നടത്താറുണ്ട്. കുട്ടികൾക്ക് വളരെയേറെ പ്രയോജനം ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പം ഇത്തവണയും അവർ അവധിക്കാല കോഴ്സാണ് നടത്തിയിരിക്കുന്നത്. വേനൽ മഴ എന്നും പറഞ്ഞാണ് നടത്തിയിരിക്കുന്നത്. എന്താണ് ഈ കോഴ്സിനെ പറ്റി പറയാൻ? തികച്ചും നമുക്ക് കുട്ടികളുമായിട്ടൊരു മിങ്കിൾ ചെയ്യാനൊരു അവസരം, നമുക്ക് സന്തോഷപ്രദമായ ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നു നമ്മുടെ ചിൽഡ്രൻസ് ലൈബ്രറിയെ സംബന്ധിച്ച്. ഇത് കലാക്ഷേത്രത്തിലെ വിവിധ വിഷയങ്ങൾ, നമ്മുടെ ചിത്രരചന, പാട്ട്, ഡാൻസ്, സാറിപ്പോൾ കണ്ടതുപോലെ എല്ലാ വിഷയങ്ങളിലും ധാരാളം കുട്ടികൾ ഈ വർഷം നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല അഭിരുചിയുള്ള കുട്ടികളാണ് എല്ലാ വിഷയങ്ങളിലും. അതുപോലെ ഇപ്പോഴത്തെ ഇത് ടെക്നിക്കൽ യുഗമാണല്ലോ. അതായത് നമ്മുടെ ചിൽഡ്രൻസ് ലൈബ്രറിയിലൂടെ റാസ്ബെറി പൈ കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിച്ച് കുട്ടികൾക്ക് കോഡിംഗ് ക്ലാസ്സും നൽകുന്നുണ്ട്. അതിനും കുട്ടികൾ നല്ല പ്രാപ്തരായ കുട്ടികളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു കോഴ്സ് നടത്താനായിട്ട് എനിക്കൊരു അവസരം തന്ന നമ്മുടെ ഗവേണിംഗ് ബോഡി മെമ്പേഴ്സിന് ഞാൻ വളരെയധികം നന്ദി പറയുകയാണ്. ശരിക്കും റിയലി സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ. നമ്മൾ ഇത് വെക്കേഷന് മാത്രമല്ല, കുട്ടികൾക്ക് താല്പര്യം ഉണ്ടെന്നും ഞങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് ശനി ഞായറും അവധി ദിവസങ്ങളിലെല്ലാം ക്ലാസ് കണ്ടക്ട് ചെയ്യണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. തീർച്ചയായിട്ടും അത് ഞങ്ങൾ തുടർന്ന് കൊണ്ടുപോയി. ഏതായാലും ഈ അറിവിൻ്റെ വാതായനങ്ങൾ തുറക്കുമ്പോൾ കുട്ടികളുടെ ഔത്സുക്യത മാനസിക പരിവർത്തനത്തിനും അതിലൂടെ ആർജിക്കുന്ന ലക്ഷ്യപ്രാപ്തിക്കും വഴികാട്ടിയാകട്ടെ എന്ന് പ്രത്യാശിക്കുന്നു.